ഇവൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിന് മുന്നിലെ പടിക്കെട്ടിലിരുന്ന് ഇവൾ കരയുകയായിരുന്നു. കാര്യം എന്താണെന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നവൻ വന്ന് ചോദിച്ചപ്പോൾ ലോക്ക്ഡൌൺ ആരംഭിച്ചതിനാൽ തന്നെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അതിന്റെ ഓണർ പറഞ്ഞു എന്ന് പറയുന്നു. അതിനെന്താ, തന്റെ ഫ്ളാറ്റിൽ കൂടെ താമസിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവളെ കൈയും പിടിച്ച് നിർബന്ധിച്ച് അവന്റെ ഫ്ളാറ്റിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അവൾ എണീക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത അവളുടെ മുൻപത്തെ ഫ്ളാറ്റിലെ ഓണർ മരിച്ചുപോയി എന്നാണ്. അവൾ വന്ന് അവന്റെ അടുത്ത് പറയുന്നു, ഞാൻ ശപിച്ചത് കൊണ്ടാണ് അയാൾ മരിച്ചതെന്ന്. അവൻ പറയുന്നു, ചുമ്മാ വിഡ്ഢിത്തം പറയാതെ. അന്ന് രാത്രി അവൾ ഒരു കാഴ്ച കാണുകയാണ്. അവന്റെ റൂമിൽ നോക്കിയപ്പോൾ അവൻ ഒരു ബാഗ് വലിച്ചിഴച്ച് ആ റൂമിനകത്തോട്ട് കൊണ്ടുപോവുകയാണ്. ആ ബാഗിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ തന്നെ അവന്റെ റൂം സെർച്ച് ചെയ്ത് ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് അതിനകത്ത് ഒരു പെണ്ണിന്റെ ബോഡിയായിരുന്നു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഫ്ലാറ്റിലേക്ക് അവൻ കയറി വരുന്നു. അങ്ങനെ അന്ന് രാത്രിയും അവൾ അവിടെ തങ്ങാൻ തീരുമാനിക്കുന്നു. രാത്രി അവൾ ഫ്ലാറ്റിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കിടക്കുന്നു. അവൾ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നു. എങ്ങനെയൊക്കെയോ അന്ന് രാത്രി അവൾ കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് രാവിലെ അവൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളെ അവൻ പിടിക്കുന്നു. അവളെ അടിച്ച് ഒരു കസേരയിൽ അവൻ കൊണ്ടിരുത്തുന്നു. അതിനുശേഷം ആ ബാഗിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോഡിയെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ വെട്ടി നുറുക്കുന്നു. എന്നിട്ട് അവൻ അവന്റെ ഒരു കൂട്ടുകാരനെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്, ഇന്ന് രാത്രി നമുക്ക് കൂടണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ അവൻ അയച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ കൂട്ടുകാരൻ തിരിച്ച് വീഡിയോ കോളിൽ പറയുന്നു, അയ്യോ ഇവൾ മരിച്ചിട്ട് 2 കൊല്ലമായല്ലോ എന്ന്. ഇത് കേട്ടിട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും അവന്റെ പിന്നിൽ അതാ ഒരു പ്രേതം. അടുത്ത സീനിൽ കാണിക്കുന്നത് അവൾ വീണ്ടും ബാഗുമായി പഴയ ഫ്ലാറ്റിന്റെ പടിക്കെട്ടിൽ വന്ന് നിന്ന് കരയുന്നതാണ്. തന്നെ ഫ്ലാറ്റിന്റെ ഓണർ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് അടുത്ത് ആരെങ്കിലും തന്നെ വിളിച്ചുകൊണ്ട് മറ്റൊരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുമെന്ന് കരുതിയാണ് ഇവളുടെ ഈ കരച്ചിൽ. അപ്പോൾ ആദ്യം ഇവളെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.